നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. 25,000 വന്നു, പിന്നെ തിരികെ 25,000 പോയി. ഈവനിങ്ങിൻ്റെ അകത്ത് തിരികെ ആ 25,000 അവർ തിരികെ പിടിക്കുന്ന എന്ന് നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് സ്വർണം വന്നിട്ട് 14,250 പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇന്റർനാഷണൽ മാർക്കറ്റിൽ അതിൻ്റെ ശേഷം ഗോൾഡ് ഒരു $250 കയറിയിരിക്കുന്നു. ഇതെന്ന് എന്തറിയാൻ പറ്റുന്നു എന്നാൽ തീർച്ചയായിട്ടും സ്വർണം 14,500 പോകും. ഇന്ന് വൈകുന്നേരം ട്രേഡിംഗ് ഇൻ ഗോൾഡ് ഇരിക്കുന്ന സമയം 14,500 തീർച്ചയായിട്ടും എത്തും. ഇത് 22 ക്യാരറ്റ്, 24 ക്യാരറ്റ് വന്നിട്ട് 15,500 പോവും. 10,300, 5-ന് 150 രൂപ ടാക്സ്. അപ്പോൾ ടാക്സിൻ്റെ മേലെ ടാക്സ് ഇടുവാണെങ്കിൽ 15,950, 16,000 ടച്ച് ആകും. അബ്കി ബാർ 16,000 ബാർ വേണമെന്ന് പറഞ്ഞാൽ ഇന്ന് 16,000 24 ക്യാരറ്റ് ഗോൾഡ് എന്ന ഒരു നല്ല ന്യൂസിന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നു. ആ 16,000 എന്തുകൊണ്ട് കൺഫേം എന്നാൽ ഈവനിങ് അത് 15,750 ആവും. എന്തെന്ന് വെച്ചാൽ $4,870 ഒരു ഔൺസ് സ്വർണ്ണം ഇപ്പോൾ റീച്ച് ആയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2 മാസത്തിന് മുമ്പ് ഗോൾഡ്മാൻ സാക്സ് എന്ത് പറഞ്ഞു എന്നാൽ 2026 ഡിസംബറിൽ ഇരിക്കുന്ന ടാർഗറ്റ് വന്നിട്ട് 4,800 എന്ന് പറഞ്ഞായിരുന്നു. 2026 ജാനുവരിൻ്റെ അകത്ത് 4,800 കണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ 4,270 പിന്നെ UBSൻ്റെ ടാർഗറ്റ്. അത് 6ാം മാസം സെപ്റ്റംബറിൽ 5,000 അടുത്ത് പോകുമെന്ന് പറയുന്നു. ഇതുപോലെ 2 ഗുണ്ടിനെ ട്രംപ് ഇറക്കുവാണെങ്കിൽ നാളെ തന്നെ 5,000 പോവും. സോ ആൾ ക്രിട്ടിക്കൽ ടാർഗറ്റ് റീച്ചായി. ഇന്ന് ഗോൾഡ് പറയണം. അത് നമ്മൾ പറഞ്ഞ 15,000 സ്വർണം എത്തിയിട്ടുണ്ട്. ഫ്ലോർ 12,500 എന്തുകൊണ്ടാണ് ഫ്ലോർ 12,500 എന്ന് ഡിഫെൻസീവായിട്ട് പറയുന്നു എന്നാൽ 10% ഗോൾഡ് വീഴാൻ ചാൻസ് ഇരിക്കുന്നു. ഗോൾഡ് 10% താഴെ ഇറങ്ങാൻ ഭയങ്കരമായിട്ട് ഒരു ചാൻസ് ഉണ്ട്. അതായത് ട്രംപിന് ഒരു നല്ല ബുദ്ധി വന്ന് ഗ്രീൻലാൻഡിൽ നിന്ന് ഞാൻ കെട്ടിപ്പിടി വൈദ്യം ചെയ്യും. ഞാൻ ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ കള്ളം പറയാം, അവർക്ക് ഒട്ടും സമയമില്ല. ഗ്രീൻലാൻഡിനെ കുറിച്ച് ഒന്നുമേ പറഞ്ഞില്ലല്ലോ. ആൻഡൈൻസും ഫ്രണ്ട്സ്, ഗ്രീൻലാൻഡ് അവരുടെ തന്നല്ലോ. എന്നാണ് ഞാൻ ഗ്രീൻലാൻഡിനെ കുറിച്ച് പറഞ്ഞു എന്ന് അവർ പറയുവാണെങ്കിൽ 10% ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. 4,400 വരും. ഇല്ലല്ലോ എന്ന് പറയരുത്. പക്ഷേ അതേ സ്ഥലത്തിൽ നോക്കിക്കോ എന്ന് പറഞ്ഞ് അവിടെ ഗുണ്ട് ഇറക്കുവാണെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് 6,500 കഴിഞ്ഞു പോകും. കാരണം പല ആൾക്കാർ ചോദിക്കുന്ന ഷോർട്ട് ടേം സൊല്യൂഷൻ നമുക്ക് അറിയത്തില്ല. ഇന്ന് നിങ്ങൾ ഇടുവാണെങ്കിൽ ഗോൾഡും സ്റ്റോക്ക് പോലെ തന്നെ 5 വർഷത്തിന് നിങ്ങൾ മറക്കുവാണെങ്കിൽ നിങ്ങൾ ഇടാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ജപിച്ചുകൊണ്ടിരുന്നാൽ മതി. അത് ട്രംപിന് നല്ല ബുദ്ധി പറയണം, റേറ്റ് കുറയണമെന്ന്. ട്രംപിന് നല്ല ബുദ്ധി വന്നില്ലെങ്കിൽ ഗോൾഡ് ആ സൈഡ് കയറിക്കൊണ്ടേ പോകും. കെവിൻ ഹാർട്ടെയും ഇട്ടുകയെങ്കിൽ ഇന്നും കയറും ഗോൾഡിൻ്റെ പ്രൈസ്. കാരണം ഷോർട്ട് ടേം വോളറ്റാലിറ്റി ഗോൾഡിൽ ഒരുപാട് ഇരിക്കും. ഇത് കാരണം വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. 12,500 വരുവാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഗോൾഡ് ബൈ ചെയ്യാം. അപ്പം ചുമ്മാ നോക്കിയാൽ മാത്രം മതി. അങ്ങനെയെന്ന് വെച്ചാൽ പോയി ആവശ്യമില്ലാതെ അതിൽ അകപ്പെടണ്ട. ഇതെന്ന് വെച്ചാൽ ഡയറക്ഷൻ ക്ലിയർ ആയിട്ടിരിക്കുന്നു. 5,000 കഴിഞ്ഞ് പോയെങ്കിൽ ഡയറക്ഷൻ ഇന്നും കുറച്ച് ക്ലിയറായി 4,750 വരയ്ക്കും വീഴും. സെൻട്രൽ ബാങ്ക് ഒക്കെ ഗോൾഡ് വാങ്ങുന്നു. കാരണം ഈ ഫ്ലെക്സി ഇരിക്കും. ഇത് കാരണം എന്തെങ്കിലും കല്യാണത്തിന് ആവശ്യമുണ്ടെങ്കിലും എന്തെങ്കിലും നിർബന്ധമായിട്ട് ഗോൾഡ് വേണമെന്ന് ഉള്ള സ്ഥിതിക്ക് മാത്രം വാങ്ങിയാൽ മതി. കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം. ട്രംപ് നാളെ തന്നെ ബൾട്ടി അടിക്കുവാണെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. പിന്നെ കൺഫേമായിട്ട് പറയാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ ട്രംപ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ഇതാണ് ഇന്ന് ഉള്ള സ്വർണത്തിനെ കുറിച്ചുള്ള ന്യൂസ്. നമ്മളെ ടാർഗറ്റ് 10,000 ക്രോസായി. അവിടെ നിന്ന് 50% ഈൽഡ് ഇപ്പോൾ 15,000 ഇരിക്കുന്നു. ഇത് കാരണം നമ്മൾ സേഫ് ആയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ 3 വർഷത്തിന് മുമ്പ് സ്വർണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് 400 ഗ്രാം 3 വർഷത്തിന് മുമ്പേ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇയർലി നിങ്ങൾക്ക് 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് ഇരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ നഷ്ടം വരുന്നാലും വേദന കുറവായിരിക്കും. കാരണം ഈ 10% ലിമിറ്റ് ഇല്ല 20% ലിമിറ്റ് എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. അതത് മാർക്കറ്റിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നോ അതിനെ മാത്രം നോക്കണം. അപ്പോൾ പരാഗ് പരീഖ് ഫണ്ട്സിൻ്റെ ഓണറിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നാൽ ഗോൾഡ് ഈസ് യെസ്റ്റർഡേ സ്റ്റോറി എന്നാണ് പറയുന്നു. അത് ശരിയാണ്. ഗോൾഡ് 12,500 വന്നു എന്നത് ഇന്നലത്തെ കഥയാണ്. അവരും ഇപ്പോൾ ഗോൾഡിലോ നോക്കി പോകും എന്ന് പറയുന്നു. അത് സത്യം തന്നെ, അങ്ങനെയൊക്കെ നടക്കും. അപ്പോൾ ഇപ്പോൾ ഭാഗ്വാദർ ഇരിക്കുന്ന വരയ്ക്കും ഇതാണ് ഗോൾഡിൻ്റെ ഉച്ചം എന്ന് പറഞ്ഞ് ആരും കൊണ്ടും നിർണ്ണയിക്കാൻ പറ്റില്ല.
ഓൾഡിൻ്റെ ടോപ്പ് 5000-നും പോവാം, 12,500-നും വരാം. ഷോർട്ട് ടേമിന് ആ അപ്പുറത്തെ സൈഡും കൂടെ പോയെങ്കിൽ ഒരു അമ്മയാർ പുതിയതായിട്ട് ഒരു ലേഡി വന്നിരിക്കുന്നു. ലിയ അമ്മയാർ എന്ന് പറഞ്ഞൊരു പട്ടം കൊടുത്തിരിക്കുന്നു. ഫെബ്രുവരി 8-ാം തീയതി വരയ്ക്കും വലിയ അമ്മയാർ എന്താണ് ചെയ്യുന്നു എന്ന് മാർക്കറ്റ് നോക്കും. വലിയ അമ്മയാർ എന്ത് പറയുന്നു എന്നാൽ 8% സെയിൽ ടാക്സ് കട്ട് ചെയ്യും എന്ന് പറയുന്നു. $160 ബില്യൺ ഈട് കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. ജാപ്പനീസ് 40-year ബോണ്ട് 4% ഈൽഡിൽ നിൽക്കുന്നു. എല്ലാവരും ഡിസ്കൗണ്ടിൽ ബോണ്ടിനെ വിൽക്കുന്നു ജപ്പാനിൽ. ഇത് നടക്കുമെന്ന് ഞാനും വിനോദും ബി റിച്ചിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു 4-5 ദിവസത്തിൻ്റെ മുമ്പേ. പിന്നെ ഫൈനാൻഷ്യൽ ടൈംസിലും ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നു. ഈ റിച്ചിലും സംസാരിക്കാൻ പറ്റൂ. കാരണം ജപ്പാനിൽ 10-year ബോണ്ട്, 20-year ബോണ്ട്, 30-year ബോണ്ട് എല്ലാത്തിൻ്റെ ഈൽഡും 0.25 കയറിയിരിക്കുന്നു. ഇത് കാരണം അമേരിക്കൻ ട്രഷറി ഈൽഡ്സും കയറുന്നു. ഓവറാൾ നോക്കുവാണെങ്കിൽ ഇതാണ് റിയൽ ഡേഞ്ചർ. ഡെൻമാർക്ക് ഒരു $100 ട്രില്യൺ സാമ്പിളിന് ട്രഷറിനെ വിട്ടിരിക്കുന്നു. സപ്പോസ് ട്രഷറിയൊക്കെ വച്ചിരുന്നാൽ കൂടെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന് വന്ന് എക്സ്ട്രാ ട്രഷറിനെ വാങ്ങാൻ ആൾ വേണം. ജാപ്പനീസ് ബോണ്ട് മാർക്കറ്റിൽ 10 വർഷത്തിന് ബോണ്ട് വാങ്ങാൻ പോയ ആഴ്ചയിൽ ആൾക്കാർ വന്നില്ല. ഇതാണ് ഒരു വലിയൊരു ഡേഞ്ചറസ് കാര്യം. അതായത് നിങ്ങൾ ഗുണ്ട് വിഴുമോ വിഴത്തില്ല എന്ന് നോക്കിയിട്ടിരിക്കുമ്പോൾ ട്രഷറി ബോണ്ടിനെയും ജപ്പാൻ ബോണ്ടിനെയും വാങ്ങാൻ ആളില്ല എങ്കിൽ ഏതൊരു ബോണ്ടിനെയും വാങ്ങാൻ ആൾക്കാരില്ല എന്നാണ് അർത്ഥം. ഇതാണ് മാർക്കറ്റിൻ്റെ മെയിൻ റിസ്ക്. അതായത് ഈ ബോണ്ട് മാർക്കറ്റിൽ ആര് വാങ്ങുമെന്നാണ്. ഇപ്പം അവസാനം നമ്മൾ എന്ത് സംസാരിച്ചു എന്നാൽ ഇതൊക്കെ നോക്കുന്ന സമയം നമ്മൾ റുപ്പി വന്നിട്ട് അതിപാതാളത്തിനാണ് പോയിരിക്കുന്നത്. ഒരു 20-25 ബില്യൺ ഗോൾ വിട്ടതാണ് മിച്ചം. പി 91-38 ഇരിക്കുന്നു. 91.50 വെച്ചോ 3% ഇടുവാണെങ്കിൽ $2.50 നിങ്ങൾക്ക് മാർക്കറ്റിനെ വിட 94 രൂപയ്ക്ക് കുറവായിട്ട് ഡോളർ കിട്ടത്തില്ല. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾ പറഞ്ഞ അത്രയും വീഴുന്നില്ല എന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, ഡോളർ 70 94 പോയിരിക്കുന്നു. നിങ്ങൾ ഡോളർ ടേംസിൽ നോക്കുവാണെങ്കിൽ ഒരു 30% നിങ്ങളെ മാർക്കറ്റ് വാല്യൂ നിങ്ങൾ കുറയ്ക്കണം. ഗോൾഡ് ടേംസിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ 50% നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് കുറയ്ക്കണം. മാർക്കറ്റ് രൂപ ടേമിൽ 26,300 24,950 വരയ്ക്ക് വിളന്നിരിക്കുന്നു. ബട്ട് ഇൻ ടേംസ് ഓഫ് ഡോളർ ആൻഡ് ഗോൾഡ് ഭയങ്കരമായിട്ട് അത് താഴെ ഇറങ്ങിയിരിക്കുന്നു. ഇൻ ടേംസ് ഓഫ് ഗോൾഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 10,000 ലെവലിനെക്കാട്ടിലും കുറവായിട്ട് ഇൻഡെക്സ് പോയിരിക്കുന്നു. കാരണം കാര്യങ്ങൾ നിങ്ങൾ ഡോളറിലും ഗോൾഡിലും നോക്കാൻ പഠിക്കണം. ഇതാണ് ഇന്നുള്ള ന്യൂസ്. ഇന്നുള്ള ടോപ്പ് ന്യൂസ് എന്തെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് റെഡ്ഡിയുടെ റിസൾട്ട് വരും. റെഡ്ഡിയുടെ റിസൾട്ട് കുറച്ച് മോശമായിട്ട് തന്നെ ഇരിക്കും. ആരും 22% താഴെ വീഴും എന്നാണ് നോക്കിയിരിക്കുന്നു. ഞാനും അതിനെ എതിർ നോക്കിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ റിബിൾമെൻറ്റ് വെളിയിൽ പോവും. സെമി ഗ്ലൂറ്റേഡ് അകത്ത് വന്നില്ല. ഈ പീരീഡ് റെഡ്ഡിക്ക് വീക്കാ തന്നെ ഇരിക്കും. റെഡ്ഡിയുടെ റിസൾട്ട് വരുന്നു. ഇന്ത്യയെ പൊറുത്ത മട്ടിൽ PCSും ഇൻഫോസിസും ഒരേ നമ്പർ 1 നമ്പർ 2 റേറ്റിംഗ്സിനെ പിടിച്ചു വച്ചിരിക്കുന്നു. ആറ്റക്കാരൻ 6000 ബസ്സിന് ഈ ടെൻഡറിൽ കോൺഫിഡൻ്റ് ഞങ്ങൾ എടുക്കുമെന്ന് പിടിച്ചു വച്ചിരിക്കുന്നു. തമിഴ്നാട്ടിൽ 200 ബസ് എടുത്തതുപോലെയാണ് പറയുന്നു. സ്റ്റാർട്ടായ ഇവാക്കോയെ നോക്കുവാണെങ്കിൽ ഡാനിയൽ ഫെൻസ് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ നോക്കാൻ വന്നിരുന്നു. അവരെനിക്ക് ഇമ്മീഡിയറ്റ് ടഫ് ഫൈറ്റ് കൊടുക്കുമെന്നാണ് പറയുന്നത്. അത് പ്ലേ ഔട്ട് ആവാൻ 5 വർഷം എടുക്കും. ടാറ്റ മോട്ടോഴ്സ് എന്ത് പറയുന്നു എന്നാൽ അവർക്ക് ക്വാളിറ്റി ആൻഡ് പ്രൈസ് മുഖ്യമാണ്. ടേം ഷോർട്ട് ടേമിൽ പോയാൽ എங்களுக்கு പ്രശ്നമില്ല എന്ന് മിനിറ്റ് ആർട്ടിക്കിളിൽ അവരെ കുറിച്ചുള്ള ന്യൂസ് ഇരിക്കുന്നു. ആൻഡ് വെറും 500 ടണ്ണിലിരുന്ന് 100 ടണ്ണിൻ്റെ അടുത്ത് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ റേഞ്ച് വച്ചിരിക്കുന്നു. ഈ ടെമ്പോ ട്രാവലറിൽ തന്നെ ഒരു 4 വീൽ ഡ്രൈവും വച്ചിരിക്കുന്നു എന്ന് പറയുന്നു വിഷ്ണു. ഇത് മാർക്കറ്റ് റിസർച്ച് ചെയ്തെന്നാണ് പറഞ്ഞത്. കാരണം ടാറ്റ മോട്ടോർ വന്നിട്ട് ഒരു ഫോർബിഡൻ ഡ്രൈവറായിരിക്കും എന്ന് പറയുന്നു. ഇന്ന് തങ്കമയിലിൻ്റെ റിസൾട്ടും വരാൻ പോകുന്നു. തങ്കമയിലും 6% അപ്പാണ്. ഇതിൽ ഇന്ത്യയുടെ പ്രോബ്ലമും ഇരിക്കുന്നു. ഇന്ത്യയെ കൊണ്ട് ഇത്രയും ദൂരം ഗോൾഡിന് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത് വളരെ കഷ്ടമാണ്. ഒരു മാസത്തിന് 4 ബില്യൺ 5 ബില്യൺ എന്ന് പറഞ്ഞ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ വർഷത്തിന് 60 ബില്യൺ. ആ 60 ബില്യൺ ഇന്ത്യയുടെ കയ്യിലില്ല. സോ നാളെ എന്തെങ്കിലും ചെയ്യാൻ ചാൻസ് ഇരിക്കുന്നു. RBI ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ന്യൂസൊക്കെ പറയുന്നു. ലൈഫ് സയൻസസ് എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ അമേരിക്കയിൽ ഒരു കമ്പനീനെ വില സംസാരിച്ച് കംപ്ലീറ്റ് അതിനെ വാങ്ങി എന്നൊരു ന്യൂസ് വന്നിരിക്കുന്നു.
രാവിലെ മാർക്കറ്റ് തുറക്കുന്ന സമയം സൺഫാർമ 2% അപ്പിലിരുന്നു. എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഒരു വലിയ കമ്പനിയെ വിഴുങ്ങാൻ പോകുന്നു. ഓണി വന്നിട്ട് ലാസ്റ്റായിട്ട് ഒരു വലിയ അനൗൺസ്മെന്റ് ചെയ്തിരിക്കുന്നു. അവർ തുടങ്ങി ഈ ഹോം ഇലക്ട്രോണിക്സ് ബിസിനസ് തനിയായിട്ട് സ്പിൻ ഓഫ് ചെയ്യാൻ പോകുന്നു. അവരുടെ ടെലിവിഷൻ ബ്രവ്യ എന്നതിന് പൈനിയർ PCLന്റെ ഒപ്പം ചേർന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നു. അത് ഒരു തനി കമ്പനി ആകാൻ പോകുന്നു. 51% TCL, 49% സോണി. ഇവർ വന്നിട്ട് ടെലിവിഷൻ മാർക്കറ്റിനെ ഹാൻഡിൽ ചെയ്യും. ഇത് സോണി ചെയ്യുന്ന രണ്ടാമത് മൂവാണ്. ഇതിനു മുമ്പ് അവരുടെ ബാങ്കിനെയും ഇൻഷുറൻസ് കമ്പനിനെയും അവർ തനിയായിട്ട് പിരിച്ച് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഷെയർസ് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ലിപ്സിനെ ലിക്ക് ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്യണം. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ടൊയോട്ട 4% വിടുന്നായിരുന്നു. ഞാൻ ബീറിച്ചിൽ പറഞ്ഞതുപോലെ തന്നെ ജാപ്പനീസ് സ്റ്റോക്കൊക്കെ വീഴും. ഒക്കെ എടുക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. അവിടേക്കാണ്. ഇവിടെ കുറച്ചും കൂടെ കറക്ഷൻ വരട്ടെ. അതിൻ്റെ ശേഷം നമ്മൾ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ലിസ്റ്റിൽ നിന്ന് നോക്കിയതിലേക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോക്കിനെ 1, 2 എന്ന് കൺസിഡർ ചെയ്യാം. ലഞ്ചിന് ഇന്നും സമയം വന്നില്ല. ഇതൊക്കെയാണ് മുഖ്യ വാർത്തകൾ. ഈ റിമൈനിങ് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ നാളെ നോക്കാം നമുക്ക്. നന്ദി, നമസ്കാരം.